ഇബ്നു ബാസ് റഹിമഹുല്ലാഹു തആലയെ കേൾക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. സൗദി അറേബ്യക്കാരനാണ്. സൗദി അറേബ്യയുടെ ഗ്രാൻഡ് മുഫ്തി ആയിരുന്നു. അവരുടെ ഔദ്യോഗിക ഫത്വ ബോർഡായ ലജ്നത്തുദ്ദായിമയുടെ റഈസ് തലവനായിരുന്നു ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹു തആല. കണ്ണ് കാണൂല, കാഴ്ച ശക്തിയില്ല. ചെറുപ്പത്തിലെ കണ്ണ് കാണാത്ത ആളാണ് ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹു തആല. ആ ഇബ്നു ബാസ് റഹിമഹുല്ലയാണ് സൗദി അറേബ്യയുടെ ഗ്രാൻഡ് മുഫ്തി ആയത്. ആ ഇബ്നു ബാസ് റഹിമഹുല്ലാഹു തആലയുടെ പുസ്തകമാണ് നമ്മൾ വായിക്കുന്നത്. ഇബ്നു ബാസിന്റെ ജീവിതം നമ്മൾ വേറെ തന്നെ വായിക്കേണ്ട ഒരു സംഗതിയാണ്. നമ്മൾ വേറെ തന്നെ വായിക്കേണ്ട ഒരു പുസ്തകമാണ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹു തആല. അദ്ദേഹത്തിന്റെ പേര് അബ്ദുൽ അസീസ് എന്നാണ്. ഷെയ്ഖ് അബ്ദുൽ അസീസ് ഇബ്നു അബ്ദില്ല എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ബാസ് എന്നത് കുടുംബ പേരാണ്. അപ്പോൾ ഇബ്നു ബാസ് റഹിമഹുല്ലയെ പറ്റിയിട്ട് വിശദമായിട്ട് നമുക്ക് വേറൊരു സദസ്സിൽ സംസാരിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഏതായാലും ഇപ്രാവശ്യം നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് മയ്യിത്ത് പരിപാലനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളാണ്. അദ്ദുറൂസുൽ മുഹിമ്മ എന്ന കിതാബിലെ ഏറ്റവും അവസാനത്തെ പാഠമാണ് തജ്ഹീസുൽ മയ്യിത്തി വസ്സലാത്തു അലൈഹി വദഫ്നുഹു. മയ്യിത്തിനെ ഒരുക്കൽ, ആ മയ്യിത്തിൻ്റെ മേൽ നിസ്കരിക്കൽ, ആ മയ്യിത്തിനെ മറമാടൽ. ഈ 3 സംഗതികളാണ് ഇതിൽ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊക്കെ മരിച്ചു കഴിഞ്ഞാൽ, എല്ലാവരും മരിക്കും. മരിച്ചു കഴിഞ്ഞാൽ ആ മരിച്ചു കിടക്കുന്ന മയ്യിത്തിന് നമ്മൾ കൊടുക്കേണ്ട കുറേ അവകാശങ്ങളുണ്ട്. ജീവിച്ചിരിക്കുന്ന സമയത്ത് മാത്രമല്ല നമ്മുടെ കൂടെയുള്ളവരോട് നമുക്ക് അവകാശങ്ങളും ബാധ്യതകളും ഉള്ളത്. മരിച്ചു കഴിഞ്ഞാലും അവരോട് ബാധ്യതകളുണ്ട്. അപ്പം അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുസ്ലിങ്ങൾ പരസ്പരമുള്ള അവകാശങ്ങൾ എണ്ണി പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എണ്ണി പറഞ്ഞ ഒരു ഹക്ക് എന്താണ്? ഇദാ മാത ഫഅത്ബിഉഹു. മരിച്ചു കഴിഞ്ഞാൽ ആ ജനാസയെ പിന്തുടരുക എന്നുള്ളത് ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന് കൊടുക്കേണ്ട അവകാശമാണ്, ബാധ്യതയാണ്. അപ്പോൾ മരണത്തോടു കൂടി എന്ത് ചെയ്യുന്നില്ല? നമ്മൾ തമ്മിലുള്ള അവകാശങ്ങളും ബാധ്യതകളും അവസാനിക്കുന്നില്ല. മരിച്ചു കഴിഞ്ഞാലും മുസ്ലിമായൊരു മനുഷ്യനോട് നമുക്ക് ബാധ്യതയുണ്ട്. അവൻക്ക് നമ്മളിൽ നിന്ന് കിട്ടേണ്ട അവകാശമുണ്ട്.